ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ബനാന ദോശ. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ബനാന ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലെ 4 ബനാന എടുത്തിട്ടുണ്ട്, 4 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തത്. ഇത് നമുക്ക് അരച്ചെടുക്കേണ്ടതാണ്, അതുകൊണ്ട് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതുപോലൊരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ആണി ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്ന് പൊട്ടിച്ചെടുത്തതാണ്, 2 ആണിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ശർക്കര പാനിയാക്കി എടുക്കണം. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ശർക്കര പാനിയാക്കിയിട്ട് ഒന്ന് എടുക്കാം. ഇത്രയും മതി. ഇത് ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ച് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഇതുപോലൊരു മിക്സിയുടെ ജാർ എടുക്കാം. പിന്നെ എല്ലാ കൂട്ടുകാരും ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞാൻ സാധാരണ വീഡിയോ ഒക്കെ ഇതുപോലെ പാചകമൊക്കെ ചെയ്യുമ്പോൾ മൂളിപ്പാട്ടൊക്കെ പാടിയിട്ടാണ് ചെയ്യാറ്. നിങ്ങൾക്കൊന്നും ഇഷ്ടമാകുമെന്ന് അറിയാത്തത് കൊണ്ടാണ്. എന്തായാലും നമുക്ക് ഇന്ന് മൂളിപ്പാട്ടൊക്കെ ഒന്ന് പാടിയിട്ട് ഈ വീഡിയോ ചെയ്യാം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഞാനൊരു പാട്ടുകാരിയൊന്നും അല്ല കേട്ടോ, വെറുതെ ഒരു സന്തോഷത്തിന് വേണ്ടി. ഓക്കെ. 4 മണി പൂവിരിഞ്ഞ നീലവനം പൊന്നണിഞ്ഞ മാനോടും താഴ്വരയിൽ ഞാനിരിക്കും പൂവനിയിൽ നാണവുമായി ഓടി വരും നാണവുമായി ഓടി വരും പ്രേമവതിക്കോ ദേവലോകരഥവുമായി തെന്നലേ തെന്നലേ തേടി വന്നതാരണി തെന്നലേ തെന്നലേ. താങ്ക് യു. ഞാനിപ്പോൾ ഇതിലേക്ക് പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ശർക്കര പാനിയാണ് ഒഴിച്ചത്. ഇനി ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏലക്ക പഞ്ചസാരയും കൂട്ടി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അത് നമുക്കിത് ഈ 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, മധുരം ഒന്നൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ശർക്കര പാനിയാണ് ഞാൻ വെള്ളത്തിന് പകരം ചേർത്തത്. നമുക്ക് ഇത് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുന്നതിന് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഒരു 1/4 ഗ്ലാസ്സൊക്കെ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. എരിവേനലീളം കാറ്റുപോലെ കുളിർവേളയിൽ ഇളം വെയിലുപോലെ എല്ലാം മറന്നെനിക്കെന്നുമുറങ്ങാൻ നീ തന്നു മനസ്സിൻ്റെ തൊട്ടിൽ പോലും, നീ തന്നു മനസ്സിൻ്റെ തൊട്ടിൽ പോലും. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം തൊടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണ തേന്മാമ്പഴം ഒരുമിച്ചു പങ്കിട്ട കാലം, ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം. ഇതുപോലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. നമ്മുടെ ദോശ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് കേട്ടോ, ഈ ഒരു രീതിക്ക്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിനായി നമ്മുടെ ബനാന ദോശ ചുടാനായിട്ട് ഞാൻ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പരത്തൊന്നും വേണ്ട, ഇങ്ങനെ മതി, ഇത്രയും മതി കേട്ടോ.
ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഴികൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മൂടി വയ്ക്കണം. ഇതുപോലെ കണ്ട ചെറിയ ചെറിയ ഹോൾസ് വരുന്നുണ്ടോ? ഇതാ നിറയെ ഹോൾസ് വന്നു. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. നമുക്കിനി മൂടി തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ ബനാന ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബനാന ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. നമുക്കിനി വാങ്ങി വയ്ക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദോശ നമുക്കെല്ലാം ചുട്ടെടുക്കാം. അടുത്ത ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വരത്തുണ്ട് കേട്ടോ. ഹോൾസ് വരുന്നുണ്ടോ? നല്ല രസമല്ലേ കാണാൻ? കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഇങ്ങനെ വരും. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. നിറയെ ഹോൾസ് വന്ന് നമുക്ക് മൂടി വയ്ക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതും വാങ്ങി വയ്ക്കാം. കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള. ഇനി ഞാനിത് എല്ലാം ചുട്ടെടുത്തിട്ട് കാണിക്കാം കേട്ടോ. ഞാനിനി എല്ലാ ബാറ്ററും ചുട്ടെടുത്തിട്ട് കാണിക്കാമേ. ഇതാ ഞാൻ ഇത്രയും ദോശ ബനാന ദോശ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ നല്ല അരിപ്പിയൊക്കെ വന്നിട്ടുള്ള നല്ല ഓൾസൊക്കെ വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഒന്നും തന്നെ ആവശ്യമില്ല. ഇത് തനിയെ കഴിക്കാൻ തന്നെ വളരെ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. Thanks for watching.